ഓക്കെ, അപ്പോൾ നമ്മുടെ ബേക്കൻ്റെ മൂന്നാമത്തെ എസ്സേ ഓഫ് ട്രൂത്ത് ഒരു സിമ്പിൾ എസ്സേ ആണ്. ട്രൂത്തിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നൊരു എസ്സേ ആണ്. ട്രൂത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന ഒരു എസ്സേ ആണ് നമ്മുടെ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു എസ്സേ. നമുക്ക് നോക്കാം എന്തായാലും. ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ഫസ്റ്റ് എസ്സേ ഇൻ ഹിസ് ഫേമസ് കളക്ഷൻ ഓഫ് എസ്സേസ് കൗൺസിൽ സിവിൽ ആൻഡ് മോറൽ എന്ന് പറയുന്ന 1625 എഡിഷനിലെ ഫസ്റ്റ് എസ്സേ ആയിട്ടാണ് വരുന്നത് ഈ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു എസ്സേ അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്ര അതിനെക്കുറിച്ച് ഇതിന് എബൌട്ട് ദി എസ്സേ നോക്കാതെ ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, വേറൊന്നും എക്സ്ട്രാ പോയിന്റ് നോക്കാനില്ല. ഇനി നമ്മുടെ ഡയറക്റ്റ് നമുക്ക് എസ്സേയിലേക്ക് പോവാം. ഓക്കെ, അതിൽ ഇത് തുടങ്ങുന്ന തന്നെ ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ്. വാട്ട് ഈസ് ട്രൂത്ത് സെഡ് ജസ്റ്റിൻ പൈലറ്റ് ആൻഡ് വുഡ് നോട്ട് സ്റ്റേ ഫോർ ആൻ ആൻസർ. അല്ലേ, നമുക്കറിയാം ഹു ഇസ് പൈലറ്റ്. പോണ്ടിയസ് പൈലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ് എ റോമൻ ഗവർണർ ഇൻ ബൈബിളാണ്. ഹീ ഈസ് വാട്ട് നമ്മുടെ ജഡ്ജാണ് അറ്റ് ജീസസ് ട്രയൽ. അല്ലേ, ജീസസ് ക്രൈസ്റ്റിൻ്റെ ട്രയൽ നമുക്കറിയാം യേശു ക്രിസ്തു ട്രയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എന്താ കുരിശിലേറ്റൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇദ്ദേഹത്തെ ജഡ്ജ് ആയിരുന്നു ഈ പോണ്ടിയസ് പൈലറ്റ് എന്ന് പറയുന്ന ഇയാൾ ജസ്റ്റ് ചോദിച്ചതാണ് ജീസസ് ക്രൈസ്റ്റിനെ പറഞ്ഞു അല്ലേ, വിറ്റ്നസ് ടു ദ ട്രൂത്ത്. അല്ലേ, ഐ ആം വിറ്റ്നസ്ഡ് ടു ദ ട്രൂത്ത് എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അതിനൊരു മറുപടി ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു മോക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ട്രൂത്ത് എന്നുള്ള ആ ക്വസ്റ്റ്യൻ. ദെൻ ഹി ആസ്ക്ഡ് ഇറ്റ് ജോക്കിംഗ്ലി ഓർ കെയർലെസ്ലി. ദാറ്റ്സ് വൈ ബേക്കൺ കോൾ ഹിം ജസ്റ്റിൻ പൈലറ്റ്. അല്ലേ, അയാളൊരു പ്രത്യേകിച്ചൊരു ഒരു 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 മോക്കിംഗ്ലി അല്ലെങ്കിൽ ജോക്കിംഗ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ട്രൂത്ത്. അല്ലാണ്ട് ഇയാൾക്ക് ആൻസർ അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടായത്. ഹി ഡിഡ്ന്റ് വെയിറ്റ് ഫോർ എൻ ആൻസർ ഷോയിങ് ഹി വാസ് നോട്ട് സീരിയസ് അബൌട്ട് ട്രൂത്ത്, ജസ്റ്റ് മോക്കിംഗ്. അല്ലേ, Bacon begins with this to show that many people treat truth as an important or a game. ഇത് എങ്ങനെ ക്വസ്റ്റ്യനോട് തുടങ്ങാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കണിന് ഒരു ഇത് പറയണം. ബേക്കൺ ബിഗിൻസ് ടു ഷോ ദാറ്റ് മെനി പീപ്പിൾ ട്രീറ്റ് ട്രൂത്ത് ആസ് അൻ അൺഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലേ, എല്ലാവരും നിലവിലുള്ള എല്ലാ ആളുകളും അല്ലേ, അപ്പം നമ്മളടക്കം ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു സാധനത്തെ, സത്യം എന്ന് പറയുന്ന സാധനത്തെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊണ്ടുനടക്കുന്നത്. Certainly there be that delight in giddiness and count it a bondage to fix a belief. ഇനി എന്തുകൊണ്ടാണ് സം പീപ്പിൾ എൻജോയ് ലിവിങ് ഇൻ അൺസർട്ടനിറ്റി, കൺഫ്യൂഷൻ ഓർ ഡൗട്ട്, ഡിലൈറ്റ് ഇൻ ഗിഡിനെസ്. അല്ലേ, ചിലർ എന്തായിരിക്കും എപ്പോഴും ഒരു അൺസർട്ടനിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ഒരു ഡൗട്ടിൽ ജീവിക്കാനുള്ള താല്പര്യമുള്ള പല ആൾക്കാരുണ്ടാവും. ദേ ഡിസ്ലൈക്ക് കമ്മിറ്റിംഗ് ടു വൺ ഫിക്സ്ഡ് ബിലീഫ്. അല്ലേ, അവർക്കൊരു സത്യം വിശ്വസിക്കാനൊരു താല്പര്യമില്ല. ദേ ഡിസ്ലൈക്ക് കമ്മിറ്റിംഗ് ടു വൺ ഫിക്സ്ഡ് ബിലീഫ്. അല്ലേ, ട്രൂത്ത് എന്താണ്, എപ്പോഴും ഒരു ഫിക്സ്ഡ് ബിലീഫായിരിക്കും ട്രൂത്ത് എന്ന് പറയുന്നത്. അല്ലേ, അല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരുന്ന സംഭവങ്ങളാവില്ല. പക്ഷേ ചില ആൾക്ക് എന്തൊക്കെയാലും എപ്പോഴും ഒരു അൺസർട്ടനിറ്റി, എപ്പോഴും മാറിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ, അതുപോലെ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കണം, എപ്പോഴും ഡൗട്ട് ആവണം. അങ്ങനെ ചിന്താലുള്ള ആൾക്കാർ പല ആളുകളും നമുക്ക് ലോകത്തുണ്ട്. ടു ദം ഹാവിങ് എ ഫേം ബിലീഫ് ഫീൽസ് ലൈക്ക് ബീങ് ചെയിൻഡ് ഓർ ഇംപ്രിസൻഡ്. അതാണ് കൗണ്ട് ഇറ്റ് എ ബോണ്ടേജ് വിളിക്കുന്നത്. ദാറ്റ്സ് മീനിങ് ഓഫ് കൗണ്ട് ഇറ്റ് എ ബോണ്ടേജ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേം ബിലീഫ് അല്ലെങ്കിൽ ഒരു നല്ല ബിലീഫ് എന്തായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം, ഇറ്റ് ഈസ് ടു ബി ചെയിൻഡ് അല്ലെങ്കിൽ ഇംപ്രിസൺ. അവർ ഒരു ഇംപ്രിസൻഡ് ആക്കി, ചെയിൻഡ് ആക്കി വെച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു സത്യം അവർക്ക് ഉൾക്കൊള്ളുന്നത്. അതിന് കാരണം എന്താണ്, അഫക്റ്റിംഗ് ഫ്രീ വിൽ ഇൻ തിങ്കിങ് ആസ് വെൽ ഇൻ ആക്ടിങ്. അവർ പറയുന്നത് എന്താണ്, ദീസ് പീപ്പിൾ ക്ലെയിം ദാറ്റ് ദേ വാണ്ട് ഫ്രീഡം നോട്ട് ഓൺലി ഇൻ ഹൗ ദേ ആക്ട് ബട്ട് ഓൾസോ ഇൻ ഹൗ ദേ തിങ്ക്. അല്ലേ, അവർക്ക് തിങ്കിങ്ങിൽ മാത്രം, ആക്ടിങ്ങിൽ മാത്രം അവർക്ക് എന്ത് പോരാ, ഈ സംഭവം പോലെ അവർക്ക് തിങ്കിങ്ങിലും എന്ത് വേണം, ആ ഒരു ഇത് വേണം, എന്താണ്, ഫ്രീഡം വേണം. ദേ തിങ്ക് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ഒപ്പീനിയൻസ് ഷോസ് ഇൻഡിപെൻഡൻസ്. അല്ലേ, ഒരു വിചാരിക്കുന്നത് എന്താണ്, നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ ഒപ്പീനിയൻസ് മാറ്റിക്കൊണ്ട് നമുക്കാണ് ഇറ്റ്സ് ലൈക്ക് വി ആർ ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ ചിന്താഗതി ആർക്ക് വന്നിട്ടുണ്ട്, ഈ ആൾക്ക് വന്നിട്ടുണ്ട്. സോ ബട്ട് ബേക്കൺ സേസ് ദാറ്റ് ദിസ് ഇസ് ഓൺലി എ ഷോ ഓഫ് ഫ്രീഡം നോട്ട് റിയൽ വിസ്ഡം. അതെന്തല്ല, ഒരു ഫ്രീഡം ആയി കണക്കൂട്ടാൻ പറ്റില്ല, ഒരു വിസ്ഡമായിട്ടും കണക്കൂട്ടാൻ പറ്റില്ല. ആൻഡ് ദോ ദ സെക്സ് ഓഫ് ഫിലോസഫേഴ്സ് ഓഫ് ദാറ്റ് കെൻ ബി ഗോൺ yet there remain certain discoursing wits which are the same veins, though there be not so much blood in them as was in those of the ancients. ഇനി പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോരോ അല്യൂഷൻസ് പറഞ്ഞു കേട്ടോ. ഇൻ ഏൻഷ്യൻ ടൈംസ് സം ഫിലോസഫേഴ്സ് ഈ സെക്സ് എന്ന് പറയുന്നതാണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫിലോസഫേഴ്സ്, ലൈക്ക് സ്കെപ്റ്റിക്സ് ആവാം അല്ലെങ്കിൽ പൈറോണിയാൻസ് ആവാം. ഇതൊക്കെ ഒരു ഏൻഷ്യൻറ്റ് സമയത്തുണ്ടായിരുന്ന ഫിലോസഫേഴ്സാണ്, ഗ്രൂപ്പ് ഓഫ് ഫിലോസഫേഴ്സാണ്. ഇവരുടെയൊക്കെ എന്തായിരുന്നു, ഇവരുടെയൊക്കെ ഫിലോസഫി തിയറികളൊക്കെ എന്തായിരുന്നു, ഡൗട്ട്ഫുൾ ആയിരുന്നു. മേഡ് ഡൗട്ട് ആൻഡ് അൺസർട്ടനിറ്റി ദെയർ എൻറ്റയർ ഫിലോസഫി. അല്ലേ, അതായത് അവിടെ കംപ്ലീറ്റ് ഫിലോസഫി എന്തായിരുന്നു, ഡൗട്ടായിരുന്നു, അതുപോലെ തന്നെ അൺസർട്ടനിറ്റി. ഒരു സത്യം ആർക്കും കണ്ടെത്താൻ പറ്റാത്ത ഫിലോസഫീസ് ആയിരുന്നു ഏത്, ഈ സെക്സ് എന്ന് പറയുന്ന ടീമിൻ്റെത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ദോസ് സ്കൂൾസ് ആർ ഗോൺ നൗ. അതാണ് ദാറ്റ് കൈൻ ബി ഗോൺ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, നമ്മളെ ബേക്കൺ ഉദ്ദേശിച്ചത്.
then there remain certain discoursing bits. ഇതിന് മീനിങ് എന്താണ്? But still in Bacon's time there are talkative clever people discoursing bits who think the same way. ഇപ്പോഴും എന്തുണ്ട്? എൻ്റെ ഈ കാലത്തും ആളുകൾ എന്തുണ്ട്? അതേ സെയിം ലെവലിലുള്ള ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരും വിചാരിക്കുന്നത് എന്താണ്? അവർ ഹൗ ദേ തിങ്ക് ഹൗവർ ദേ ആർ വീക്കർ ദാൻ ദ ഏൻഷ്യൻസ്. പക്ഷെ അവരെന്താണ്? ഏൻഷ്യൻസിനേക്കാളും കുറച്ച് വീക്കാണ്. വൈ? നോട്ട് സോ മച്ച് ബ്ലഡ് ഇൻ ദം, അല്ലേ? പക്ഷേ ഇവിടെ പറഞ്ഞു ഈ ഫിലോസഫേഴ്സ്, സെക്സ് പറഞ്ഞ ഫിലോസഫേഴ്സ് അവരുടെ ഇതിലൊക്കെ ഫിലോസഫി ഭയങ്കര അൺസേർട്ടൺ ആയിരുന്നു, ഡൗട്ട്ഫുൾ ആയിരുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് അവരുടെ എല്ലാം പോയി. അവരെല്ലാം എന്ത് ചെയ്തു? അവരുടെ സ്കൂൾസ്, അവരുടെ സ്കൂൾസ് നിലനിൽക്കുന്നതൊക്കെ മാഞ്ഞു പോയി. പക്ഷെ അവർക്ക് കുറച്ചെന്തുണ്ടായിരുന്നു? അവർക്കൊരു ഇതുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു സീരിയസ് തിങ്കേഴ്സ് ആയിരുന്നു അവർ, ഓൾഡ് ഏൻഷ്യൻ ഫിലോസഫേഴ്സ്. പക്ഷെ ഇപ്പോഴുള്ള ആളുകൾ എന്താണ്? ദേ ആർ നോട്ട് ദാറ്റ് മച്ച്. But still, in Bacon's time, there are talkative, clever people discoursing bits who think in the same way. However, they are weaker than the ancients. Not so much blood in them. The old philosophers were serious thinkers. The new ones are only playful arguers. Which are of the same veins. Though there be not so much blood in them as was in those of the ancients. ഇനി അടുത്ത് പറയുന്നതാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഡിഫിക്കൽട്ടി ആൻഡ് ലേബർ വിച്ച് മെൻ ടേക്ക് ഇൻ ഫൈൻഡിങ് ഔട്ട് ഓഫ് ട്രൂത്ത്, നോർ അഗെയിൻ ദാറ്റ് വെൻ ഇറ്റ് ഈസ് ഫൗണ്ട് ഇറ്റ് ഇമ്പോസ് അപ്പോൺ മെൻസ് തോട്ട്സ് ദാറ്റ് ഡസ് ബ്രിങ് ലൈസ് ഇൻ ഫേവർ. അല്ലേ? പീപ്പിൾ ഡു നോട്ട് പ്രിഫർ ലൈസ് ഓൺലി ബിക്കോസ് ട്രൂത്ത് ഈസ്. അല്ലേ? മനുഷ്യന്മാർ നുണ പറയാൻ, അല്ലെങ്കിൽ ലൈസ് എന്നുള്ള ഒരു സംഭവം, നുണ എന്നുള്ള അല്ലെങ്കിൽ കള്ളം എന്നുള്ള സംഭവത്തെ സ്നേഹിക്കാൻ കാരണം എന്ത് മാത്രമല്ല, ട്രൂത്ത് ഒരു ഹാർഡ് ഡിസ്കവർ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ആൻഡ് ലേബർ. അല്ലേ? നമുക്ക് എപ്പോഴും നമ്മൾ കുറച്ച് ഹാർഡും ഭയങ്കര ഹാർഡായിരിക്കും ഡിസ്കവർ. അല്ലേ? നമ്മൾ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ റെസ്ട്രിക്റ്റീവ് വൺസ് ഫൗണ്ട്. എന്താ? ഇറ്റ് ഇമ്പോസ് അപ്പോൺ മെൻസ് തോട്ട്സ്, ഇറ്റ് ഫോഴ്സ് പീപ്പിൾ ടു അക്സെപ്റ്റ് ലിമിറ്റ്സ്. അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ടാവും, പക്ഷെ അതൊന്നും ആയിരിക്കില്ല സത്യം എന്ന് പറയുന്നത്. സത്യം എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് ഫോഴ്സ് പീപ്പിൾ ടു അക്സെപ്റ്റ് ലിമിറ്റ്സ്. അല്ലേ? ഒരു ലിമിറ്റിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അവർ പറഞ്ഞ കാര്യങ്ങൾ. അതാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സംഭവം കൊണ്ട് മാത്രമൊന്നുമല്ല ആൾ ഈ ട്രൂത്തിനെ വെറുക്കാനുള്ള കാരണം. പിന്നെ എന്താണ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദീസ് ആർ റീസൺ ബട്ട് ദേ ആർ നോട്ട് ദ മെയിൻ വൺസ്. ബട്ട് ആക്ച്വലി വാട്ട് ഇസ് ദ റീസൺ? ബട്ട് എ നാച്ചുറൽ തോട്ട് കറപ്റ്റ് ലവ് ഓഫ് ദ ലൈറ്റ് സെൽഫ്. അല്ലേ? ദ റിയൽ റീസൺ ഈസ് ഹ്യൂമൻ ബീങ് ഹാവ് എ സ്ട്രേഞ്ച് നാച്ചുറൽ ടെൻഡൻസി ടു ലവ് ലൈറ്റ്സ്. അല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ സംഭവം. അല്ലേ? സത്യം പലരും കുഴപ്പമുണ്ട്, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ നുണങ്ങൾ പറയും. അപ്പോൾ നമുക്കൊരു പ്ലഷർ കിട്ടണ കാര്യത്തിൽ അതാണ് എന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബേക്കൺ. ദിസ് ലവ് ഈസ് കറപ്റ്റ്. ദിസ് ലവ് ഈസ് കറപ്റ്റ് ബിക്കോസ് ഇറ്റ് അഗെയിൻസ് റീസൺ ആൻഡ് മൊറാലിറ്റി ബട്ട് ഇറ്റ്സ് പവർഫുൾ. അല്ലേ? അതിന് കാരണം പറയണത് ഇത് രണ്ട് പോയിന്റ് ഓർത്ത് വെക്കണേ. എന്താണ്? ബേക്കൺ പറയുന്നുണ്ട് നമുക്ക് പീപ്പിൾ ഡു നോട്ട് പ്രിഫർ ലൈസ് ഓൺലി ബിക്കോസ് ട്രൂത്ത് ഇസ്. അല്ലേ? മനുഷ്യന്മാർ ലൈന് ആശ്രയിക്കാനുള്ള അല്ലെങ്കിൽ ലൈന് ഇഷ്ടമുള്ള കാരണം എന്ത് മാത്രമല്ല, ഈ രണ്ട് കാരണം മാത്രമൊന്നുമല്ല. ട്രൂത്ത് ഹാർഡ് ഡിസ്കവർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് വൺസ് ഫൗണ്ട് ആയതുകൊണ്ടല്ല. പകരം എന്താണ്? ബിക്കോസ് ദ റിയൽ റീസൺ ബട്ട് എ നാച്ചുറൽ തോട്ട്. അല്ലേ? നാച്ചുറൽ തോട്ട്സ് എന്താ? നാച്ചുറൽ തോട്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ഹാവ് എ സ്ട്രേഞ്ച് നാച്ചുറൽ ടെൻഡൻസി ടു ലവ് ലൈസ്. അല്ലേ? അവർക്ക് എപ്പോഴും എന്താണ്? ലൈസ് അല്ലെങ്കിൽ കള്ളത്തെ ഭയങ്കര സ്നേഹിക്കാനുള്ള കഴിവുണ്ട് ആർക്ക്? മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത്? എപ്പോഴും അതിനെ ഇഷ്ടപ്പെടുന്നത്. വൺ ഓഫ് ദ ലേറ്റസ്റ്റ് സ്കൂൾസ് ഓഫ് ദി ഗ്രേഷ്യൻസ് എക്സാമിൻ ദ മാറ്റർ ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ സ്റ്റാൻഡ് ടു തിങ്ക് വാട്ട് ഷുഡ് ബി ഇൻ ദാറ്റ് മെൻ ഷുഡ് ഹാവ് ലവ് ലൈസ്. അല്ലേ? ഇനി ലേറ്റർ ഗ്രീക്ക് ഫിലോസഫർ പ്രോബ്ലി പ്ലൂട്ടാർക്കോ അല്ലെങ്കിൽ ലൂസിയാനോ ആവാം, ദോ ഡീപ്ലി അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. അല്ലേ? ഒരു ഗ്രേഷ്യൻസ് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫിലോസഫേഴ്സാണ് കേട്ടോ, ഗ്രീക്ക് ഫിലോസഫേഴ്സാണ്. ഇവരെന്ത് ചെയ്തു? ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ, ഒരു തിങ്കിങ് പോലെ എന്ത് ചെയ്തു? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അല്ലേ? ഹി വാസ് പസിൽഡ് ഹു ബേബി ഗ്രേഷ്യൻസ് ആരും ആവാം, പ്ലൂട്ടാർക്കോ അല്ലെങ്കിൽ ലൂഷ്യൻ, പല ആൾക്കാരുണ്ട്, അവർക്ക് ആരും ആവാം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. വൈ പീപ്പിൾ ഷുഡ് ലവ് ലൈസ് സോ മച്ച്? എന്തുകൊണ്ടായിരിക്കും മനുഷ്യന്മാർ ഈ ലൈസ് അല്ലെങ്കിൽ കള്ളത്തെ ഇത്ര സ്നേഹികളെ കാരണം? വൈ ക്വസ്റ്റ്യൻ വാട്ട് ഷുഡ് ബി ഇൻ ഇറ്റ് ദാറ്റ് മീൻ ഷുഡ് ലവ് ലൈസ്. അല്ലേ? ഹി ആസ്ക്ഡ് വാട്ട് ഈസ് സോ അട്രാക്റ്റീവ് ഇൻ ലൈസ് ദാറ്റ് പീപ്പിൾ ക്ലിങ് ടു ദം. മീനിങ് എന്താ? അതിന് സംഭവം എന്താണ്? where neither they make for pleasure as with poets, nor for advantage as with the merchant, but for the life's sake. Very very important point. It's very very important ആണ് ഈ പോയിന്റ്. ഇത് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈസ് ടോൾഡ് ബൈ പോയിറ്റ്സ് ദാറ്റ് ഫോർ പ്ലഷർ, ഇമാജിനേഷൻ സ്റ്റോറീസ് ഉണ്ട്. അല്ലേ? പോയിറ്റിൽ എന്ത് പറയാറുണ്ട്? പ്ലഷറിന് വേണ്ടി നമ്മൾ പറയാറുണ്ട്. കാരണം ബിക്കോസ് ദേ നീഡ് ടു റൈറ്റ് സംതിങ്. സോ ഒരു ഇമാജിനേഷനോ അല്ലെങ്കിൽ സ്റ്റോറീസോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അത് നമ്മൾ പറയാറുണ്ട്. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ്. ദേ മേക്ക് ഫോർ പ്ലഷർ. ആരാണ്? ആസ് വിത്ത് പോയിറ്റ്സ്. പോയിറ്റ്സ് നമ്മൾ പറയുന്നത് ഫോർ പ്ലഷറാണ്. ഫോർ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആരാണ് പറയുന്നത്? വിത്ത് മെർച്ചൻ്റ്. അല്ലേ? മെർച്ചൻ്റെ ആവശ്യം എന്താണ്? ലൈസ് ടോൾഡ് ബൈ മെർച്ചൻസ് ഫോർ പ്രോഫിറ്റ് ചീറ്റിംഗ് ഇൻ ട്രേഡ്. അല്ലേ? അവർക്ക് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ എന്തുള്ളൂ? നിങ്ങൾക്ക് കച്ചവടം കിട്ടുള്ളൂ. സോ ദേ വിൽ ലൈ. ഇറ്റ്സ് എ നാച്ചുറൽ തിങ്.
Then, but some lies bring neither pleasure nor profit. People still love them simply because they are lies. അല്ലേ? എന്താണ്? പക്ഷെ ചില നുണകൾ അല്ലേ, മറ്റുള്ളവരുടെ നുണകൾ എന്താണ്, ഇവർ രണ്ടുപേരും ഓക്കെ, സമ്മതിച്ചു, കുഴപ്പമില്ല, കുഴപ്പമില്ല, അതും തെറ്റന്നെയാണ്. പക്ഷെ ചില ആൾ ഒരു കാര്യമില്ലാണ്ട്, ബട്ട് സം ലൈസ് ബ്രിങ് നെയ്തർ പ്ലഷർഫുൾ നോർ പ്രോഫിറ്റ്, ഒരു പ്ലഷറും കിട്ടില്ല, അത് പ്രോഫിറ്റും ഉണ്ടാവില്ല. എന്നാലും ഇവരെന്ത് ചെയ്യും, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് ഫോർ ദ ലൈസ് സേക്ക്. അല്ലേ? മൂന്നാമത്തെ കാരണം എന്താണ്? പീപ്പിൾ സ്റ്റിൽ ലവ് ദം സിംപ്ലി ബിക്കോസ് ദേ ആർ ലൈസ്. ഒരു നുണ പറയാൻ ഇഷ്ടം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആൾ നുണ പറയുന്നത്. ബട്ട് ഐ കനോട്ട് ടെൽ ദി സെയിം ട്രൂത്ത് ഈസ് എ നേക്ഡ് ആൻഡ് ഓപ്പൺ ഡേ ലൈറ്റ് that does not show the mass and memories and triumphs of the world have so stately and daintily as candlelights. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അടുത്തത് കേട്ടോ. നമുക്കറിയാം ബേക്കൻ്റെ എസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ എപ്പിക് അഫോറിസ്റ്റിക് ആണ്, ഭയങ്കര ഷോർട്ട് ആൻഡ് വൈസ് പോയിന്റ്സ് മാത്രമേ എന്തെങ്കിലും ഇയാളുടെ ടെക്സ്റ്റ് ഉൾപ്പെടുത്താറുള്ളൂ. ഇനി പറയുന്നതാണ്, ബട്ട് ഐ കനോട്ട് ടെൽ ദ സെയിം ട്രൂത്ത് ഈസ് എ നേക്ഡ് ആൻഡ് ഓപ്പൺ ഡേ ലൈറ്റ്. അല്ലേ? ട്രൂത്ത് എപ്പോഴും എന്തായിരിക്കും, നേക്ഡ് ആയിരിക്കും, ട്രൂത്ത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അല്ലേ? ഒന്നും മറച്ചു വെക്കാൻ ട്രൂത്തിന് ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബ്രൈറ്റ് ഡേ ലൈറ്റ്. എന്താ ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല തുറന്ന പ്രകാശത്തിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സാധനം ട്രൂത്ത്. അല്ലേ? ക്ലിയർ ആണ്, ഓപ്പൺ ആണ് ആൻഡ് നേക്ഡ് ആണ്. ഇറ്റ് ഷോസ് തിങ്സ് ആസ് ദേ റിയലി ആർ വിത്തൗട്ട് ഡിസ്ഗൈസ്. അല്ലെ? ഒരു ഡിസ്ഗൈസും ഒരു സംഭവം ഒരു ഫ്രോഡുലൻസ് ഇല്ലാതെ എന്ത് ചെയ്യും, അത് നമ്മൾ മുന്നിൽ തുറന്ന് കാണിക്കും ആ സാധനം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതാണെങ്കിലോ, ബൈ കോൺട്രാസ്റ്റ് ലൈസ് ആർ ഓർ ഇല്യൂഷൻസ് ആർ ലൈക്ക് കാൻഡിൽ ലൈറ്റ്. ഓർത്ത് വെക്കണേ, എന്താണ് നമ്മുടെ ഡെയിൻലി ആസ് കാൻഡിൽ ലൈറ്റ്, അല്ലേ? ഓഫ് ദ വേൾഡ് half so stately and daily as candlelights. So by contrast, lies or illusions are like candlelight, dim, flattering and decorative. In other words, truth is plain and honest. Lies can seem more attractive or entertaining. അല്ലേ? ട്രൂത്ത് എപ്പോഴും എന്തായിരിക്കും, അത് ചിലപ്പോൾ നമുക്ക് കാണാനും വലിയ ഡെക്കറേഷൻസോ അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ എന്തായിരിക്കും, ഇറ്റ് ഈസ് ക്ലിയർ ആയിരിക്കും ആൻഡ് ഓപ്പൺ ആയിരിക്കും ആൻഡ് നേക്ഡ് ആയിരിക്കും ആൻഡ് ഓൾസോ എന്തായിരിക്കും, ഇറ്റ് ഈസ് ബ്രൈറ്റ് ഡേ ലൈറ്റ് പോലെ നല്ല തെളിഞ്ഞ സംഭവമായിരിക്കും. പക്ഷെ ഇതാണെങ്കിലോ, ബൈ കോൺട്രാസ്റ്റ് ലൈസ് ഓർ ഇല്യൂഷൻസ് ആർ ലൈക്ക് കാൻഡിലൈറ്റ് പോലെ. കാൻഡിലൈറ്റ് എന്താണ്, കുറച്ച് മങ്ങിയ പ്രകാശമായിരിക്കും. അല്ലേ? ഡിമ്മായിരിക്കും. അല്ലേ? ഫ്ലാറ്ററിങ് ആയിരിക്കും ആൻഡ് ഡെക്കറേറ്റീവ് ആയിരിക്കും. ട്രൂത്ത് മേ പെർഹാപ്സ് come to the price of a pearl that shows best by day, but it will not rise to the price of a diamond or carbuncle that shows best in varied lights. Carbuncle എന്ന് പറഞ്ഞാൽ ഒരു പ്യൂറസ്റ്റ് ജെമ്മാണ് കേട്ടോ സാധനം. ട്രൂത്ത് ഈസ് വാല്യുബിൾ ലൈക്ക് എ പേൾ. പേൾ എപ്പോഴും എന്തായിരിക്കും, ഇറ്റ്സ് ബ്യൂട്ടി സിമ്പിൾ ആൻഡ് വിസിബിൾ ഇൻ നോർമൽ ഡേ ലൈറ്റ്. അല്ലേ? നമുക്ക് ഏത് സമയത്ത് നോക്കിയാലും പേൾ ഒരുപോലെ തന്നെ ആയിരിക്കും. അല്ലേ? പേൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും പേൾ ഉണ്ടാവുമോ? ഇല്ല. ഏത് ഡേ ലൈറ്റിൽ നോക്കിയാലും പേളിന് ആ ഒരു സിംപ്ലിസിറ്റി എപ്പോഴും ഉണ്ടാവും, പേളുണ്ടാവും. ട്രൂത്ത് മേ പെർഹാപ്സ് കം ടു പ്രൈസ് ഓഫ് എ പേൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പേളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഷോ ബെസ്റ്റ് ഡേ ബൈ ഡേ, ബട്ട് ഇറ്റ് വിൽ നോട്ട് റൈസ് ടു പ്രൈസ് ഓഫ് എ ഡയമണ്ട്. പക്ഷെ എന്ത് ചെയ്യില്ല, അത് എപ്പോഴും ഡേ ടൈമിലായിക്കോട്ടെ നൈറ്റ് ടൈമിലായിക്കോട്ടെ അതിൻ്റെ ഒരേ സമയം എല്ലാ സമയത്തും ഒരേ സംഭവം കാണിക്കുള്ളൂ. ബട്ട് ലൈസ് ഓർ തിങ്ക് ദാറ്റ് മിക്സ് ട്രൂത്ത് വിത്ത് ഫാൾസ്ഹുഡ് ക്യാൻ ബി ലൈക്ക് ഡയമണ്ട് ഓർ കാർബൺകൾ വിച്ച് ഫാൾ ഇൻ ഡിഫറെൻറ്റ് ലൈറ്റ്സ്. പക്ഷേ ഡയമണ്ടും കാർബൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ജമ്മാണ് കേട്ടോ. അത് ഒരു സമയം നോക്കുമ്പോൾ നല്ല തിളങ്ങും, കുറച്ച് ലൈറ്റ് കുറഞ്ഞാലോ തിളക്കം കുറയും, കുറച്ച് വേറെ ലൈറ്റ് കൂടെ തീ തിളക്കണ്ടാവില്ല. അങ്ങനെ അതിൻ്റെ വേരിയഡ് ആയിരിക്കും എന്താ അതിൻ്റെ ലൈറ്റുകൾ. ലൈറ്റ്സ് അപ്പിയർ മോർ ബ്രില്യൻറ്റ് ഓർ ചാമിങ് ബിക്കോസ് ദേ ക്യാൻ ബി ഡ്രസ്ഡ് അപ്പ് ഇൻ വേസ് ദാറ്റ് ട്രൂത്ത് കനോട്ട്. ചില സമയം നല്ലോണം തിളങ്ങും, ചില സമയം നമ്മളെ ഡയമണ്ട് നല്ലോണം തിളങ്ങും ചില സമയത്ത്. അപ്പോൾ അത് ചില സമയമോ ഇത് തിളങ്ങില്ല. അപ്പോൾ അത് എപ്പോഴും വേരിയഡ് ആയിരിക്കും. അതുകൊണ്ട് പറഞ്ഞത് ലൈറ്റ്സ് അപ്പിയർ മോർ ബ്രില്യൻറ്റ് ഓർ ചാമിങ് ബിക്കോസ് ദേ ക്യാൻ ബി ഡ്രസ്ഡ് അപ്പ് ഇൻ വേസ് ദാറ്റ് ട്രൂത്ത് കനോട്ട്. A mixture of lie does ever add pleasure. ഇനി അടുത്തൊരു പോയിന്റാണ്, ആഡിങ് ഇവൻ എ ലിറ്റിൽ falsehood to story or opinion makes it more enjoyable or entertaining. അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ നമ്മൾ ഈ ഇത് തള്ള പറയല്ലോ, നീ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു പ്ലഷർ നമുക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞ് കൂട്ടിച്ചേർത്ത് രസം നമുക്ക് കിട്ടുമല്ലോ. ലൈക്ക് ദാറ്റ് ആഡിങ് ഇവൻ എ ലിറ്റിൽ falsehood to a story or opinions makes it more enjoyable or entertaining. Lies can flatter, amuse or make life feel richer, which is why people love them. A mixture of a lie does even add pleasure. അല്ലേ? എന്താണ്, നമുക്കൊരു കുറച്ച് സത്യം ഉണ്ടാവും, പക്ഷെ കുറച്ചതിലേക്ക് എന്തുകൂടെ ഒരു ഫാൾസ്ഹുഡ് കൂട്ടും. അപ്പോഴും എന്തുതന്നെയാണ്, അതും അതിൻ്റെ പ്ലഷറിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതുപോലെ ബേക്കർ പറയുന്നത്. Does any man doubt that if there were taken out of men's minds vain opinions, flattering hopes, false valuations, imaginations as one would and the like, but it would leave the minds of number of men poor shrunken things full of melancholy and indisposition and unpleasing to themselves.
എന്താണ് വേഗം ചോദിക്കുകയാണ്. Imagine if it took away all illusions like what vain opinions, false hope, flattering hopes, false valuations, false ideas or imaginations or as on root. ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എടുത്തു ഒഴിവായി കഴിഞ്ഞാൽ എന്താണ് മെനി പീപ്പിൾ മൈൻഡ് വുഡ് ബി എംപ്റ്റി, ഡൾ, അൺഹാപ്പി അല്ലേ. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പോയി കഴിഞ്ഞാൽ ആളെ മൈൻഡ് എന്തായിരിക്കും, ഭയങ്കര എംപ്റ്റി ആയിരിക്കും, ഡള്ളായിരിക്കും, അൺഹാപ്പി ആയിരിക്കും. കാരണം ഒരു മനുഷ്യൻ്റെ ഒരു ഇത് നിൽക്കുന്നതിന് എന്തുമ്പോഴാണ് ഈ സംഭവമൊക്കെ തന്നെയാണ് അല്ലേ. എന്താണ് വെയിൻ ഒപ്പീനിയൻസ്, ഫ്ലാറ്ററിങ് ഹോപ്പുകൾ, ഫോൾസ് വാല്യൂഷൻസ്. വിത്തൗട്ട് ദീസ് സോഫ്റ്റ് ആൻഡ് ലൈസ് പീപ്പിൾ നിങ്ങൾ വിളിക്കുന്നത് എന്താണ്, സോഫ്റ്റ് ആൻഡ് ലൈസ് അല്ലേ. സോഫ്റ്റ് ആൻഡ് ലൈസ് ആണ് വിളിക്കുന്നത് നമ്മുടെ ബേക്കണി സംഭവം വിളിക്കുന്നത്. ഈ കോളിംഗ് സോഫ്റ്റ് ആൻഡ് ലൈസ് അല്ലേ. So without these often lies, people would feel unpleasant, gloomy and dissatisfied with themselves. Lies or illusions often make life bearable or enjoyable. Pure truth can be harsh and uncomfortable. അടുത്തൊരു പോയിന്റാണ്. വൺ ഓഫ് ദി ഫാദേഴ്സ് ഇൻ ഗ്രേറ്റ് സിവിയറിറ്റി കോൾ പോയസി വൈനം ഡിയമോനം. ഒരു ലാറ്റിൻ ടേമാണ് കേട്ടോ. ബിക്കോസ് ഇറ്റ് ഫിൽസ് ദ ഇമാജിനേഷൻ ആൻഡ് യെറ്റ് ഇറ്റ് ഈസ് ബട്ട് വിത്ത് ദ ഷാഡോ ഓഫ് എ ലൈഫ്. എന്ന് പറയുന്നത് എന്താണ്, എ ഫാദർ ഹിയർ മീൻസ് ആൻ ഏർലി റിലീജിയസ് ഓർ മോറൽ തിങ്കർ. ഹി കോൾ പോയട്രി വൈനം ഡിമോണിയം കേട്ടോ. പോയട്രി വൈനം ഡിമോണിയം അല്ലേ. Wine of demons meaning it intoxicates the mind. Poetry excites or fills the imagination just like when wine excites the body. അല്ലേ. പോയിട്രി എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിലേക്ക് ഒരുപാട് ഇങ്ങനെ തള്ളി തരും. ജസ്റ്റ് ലൈക്ക് വൈൻ എക്സൈറ്റ്സ് ദ ബോഡി. എങ്ങനെ വൈനെ എങ്ങനെ നമ്മളെ ബോഡി എക്സൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പോയിട്രി എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിൽ ഒരുപാട് സമയം കുത്തി ചേർത്ത് തരും. പോയിട്രി ഓൺലി ഡീൽസ് വിത്ത് ദ ഷാഡോ ഓഫ് ലൈ. ഇറ്റ്സ് നോട്ട് ട്രൂത്ത്, ഓൺലി ഇമിറ്റേഷൻ ഓർ ഫിക്ഷൻ അല്ലേ. ഇതെന്ന് വിളിക്കുന്നത് ഇറ്റ്സ് എ പോയിട്രിയിൽ നിന്ന് ഷാഡോ ഓഫ് എ ലൈ എന്ന് വിളിക്കട്ടെ. പക്ഷേ കറക്റ്റ് ലൈ അല്ല, പക്ഷേ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഷാഡോ ഓഫ് എ ലൈ. ഒരു ലൈയുടെ ഒരു ഷാഡോ ആയിട്ടാണ് അതിൽ നമ്മൾ പോയിട്രി കാണുന്നത്. ഒരിക്കലും പോയിട്രി ട്രൂത്ത് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ബേക്കൺ പറഞ്ഞു തരുന്നത് അല്ലേ. ഇറ്റ്സ് നോട്ട് എ ട്രൂത്ത്, ഓൺലി എൻ ഇമിറ്റേഷൻ ഓർ ഫിക്ഷൻ. ആൻഡ് ഇറ്റ്സ് നോട്ട് എ പ്യുവർ ലൈ എന്ന് ഒരിക്കലും പറയുന്നില്ല. ഇറ്റ്സ് എ ഷാഡോ ഓഫ് എ ലൈ എന്നാണ് പറയുന്നത് ബേക്കൺ പറഞ്ഞത്. But it is not the lie that passed through the mind, but the lie that sinked in and settled in it, that doth the hurt, such as we spake of before. ഈ സ്പേക്കൊക്കെ അന്ന് സ്പീക്കിൻ്റെ ഇതാണ് കേട്ടോ, അന്ന് ഉപയോഗിച്ചിരുന്ന ആ ഒരു സംഭവമാണ്. എ ലൈ ദാറ്റ് ജസ്റ്റ് പാസസ് ത്രൂ ദ മൈൻഡ് ലൈക്ക് എ സ്റ്റോറി റിട്ടൺ ഫോർഗോട്ടൻ ഈസ് ഹാംലെസ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ പോയിട്രി വായിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റോറി വായിക്കുന്ന പോലെയൊക്കെ ഒരുപാട് നുണകളുണ്ടാവും. അതൊന്നും എന്തല്ല, ഹാംലെസ് അല്ല. കാരണം എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മൾ പാസസ് ത്രൂ ദ മൈൻഡ്, നമ്മുടെ മൈൻഡിലൊക്കെ ജസ്റ്റ് പാസ് പോകുന്നേ ഉള്ളൂ. അപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. The dangerous lies in the one that sinks in that people believe or accept. But the lie that sinks in and settled in, that doth the hurt. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ സിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാൾ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് ഈ പ്രശ്നമൊക്കെ തുടങ്ങും. ദിസ് കൈൻഡ് ഓഫ് ലൈ can harm judgment and character as Bacon discussed in the earlier sections. But howsoever these things are thus in men's depraved judgments and affections, yet truth which only doth judge itself. Even though humans often misjudge or love lies because of their weak or corrupt minds, truth remains independent. Truth is judged itself. It does not depend on human opinion or belief. It is constant and self-evident. Teaches that the inquiry of truth, which is love making or wooing of it. Seeking truth is like courting or wooing someone you love. എന്താണ് നമ്മൾ ട്രൂത്ത് നമ്മൾ സീക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ട്രൂത്ത് നമ്മൾ കണ്ടെത്താൻ വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോട്ടിങ് ഓർ വൂയിങ് സമ്മൺ യു ലവ്. നമ്മൾ ലവ് ചെയ്യുന്ന ആരെങ്കിലും വൂ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കോട്ട് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് ഈ ട്രൂത്ത് നടത്തുമ്പോൾ തോന്നുക. ദ എഫേർട്ട് ടു ഫൈൻഡ് ട്രൂത്ത്, സ്റ്റഡി, ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ഇസ് എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് വാല്യൂ ഓഫ് ട്രൂത്ത്. അപ്പോൾ നമ്മൾ ഈ ട്രൂത്ത് കാണുന്നത് നമുക്ക് എന്താണ്, ഒരുപാട് നമുക്ക് നമുക്ക് സ്റ്റഡീസ് വേണം, ഒബ്സർവേഷൻ വേണം, ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ട്രൂത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. The knowledge of truth, which is presence of it. When you know truth, it's like being in its presence. Knowledge is more than just hearing or reading. It is experiencing truth and having in it in mind clearly. അത് presence of it എന്ന് പറയുന്നത് എന്താണ്, ട്രൂത്ത് എന്ന് പറയുന്നത് എന്തല്ല, ജസ്റ്റ് നമ്മൾ വായിക്കുന്നതോ അല്ലെങ്കിൽ കാണുന്നതല്ല. അതെന്താണ്, ഇറ്റ്സ് എക്സ്പീരിയൻസിങ് ട്രൂത്ത് ആൻഡ് ഹാവിങ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ക്ലിയർലി. ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ആ സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് കറക്റ്റ് നമ്മൾക്ക് ഇത് എത്തണം. അതിൻ്റെ ഉപയോഗം ഉള്ളതാണ് പറഞ്ഞത് ബേക്കൻ പറഞ്ഞു വരുന്നത്. And the belief of truth, which is the enjoying of it. Believing truth is like enjoying it fully, accepting it, living by it and feeling satisfaction from it. എന്താണ്, നമ്മൾ ട്രൂത്തിനെ ബിലീവ് ചെയ്യുമ്പോൾ ബിലീവിങ് ട്രൂത്ത് ഇസ് ലൈക്ക് എൻജോയിങ് ഇറ്റ് ഫുള്ളി, അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. യു ഹാവ് ടു അക്സെപ്റ്റ് ദ ട്രൂത്ത് ആൻഡ് ലിവിങ് ബൈ ഇറ്റ് ആൻഡ് ഫീലിംഗ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഇറ്റ്. എന്താണ്, നമ്മൾ
ആ ഒരു ട്രൂത്ത് കറക്റ്റ് ആ ട്രൂത്ത് നമ്മൾ എൻജോയ് ചെയ്യണം. ബിലീവിങ് ട്രൂത്ത്സ് ലൈക്ക് എൻജോയ് ഇറ്റ് ഫുള്ളി. അല്ലാണ്ട് വെറുതെ അത് അക്സെപ്റ്റ് അത്രയും കാര്യമില്ല. വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു ലിവ് ബൈ ഇറ്റ് ആൻഡ് വി ഹാവ് ടു ഫീൽ ഇറ്റ് ബൈ ഇറ്റ് അല്ലേ. വെൻ കമ്പൈസ് നോയിങ് ട്രൂത്ത് ഇറ്റ് ലവിങ് ടു എൻജോയ് സംതിങ് ഡീപ്ലി. ഇറ്റ് ഈസ് എ സോവറൈൻ ഗുഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ദ ഹയസ്റ്റ് ഗുഡ് ഫോർ ഹ്യൂമൻസ് ഈസ് ട്രൂത്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, സീക്കിംഗ് നോയിങ് ആൻഡ് ബിലീവിങ് ട്രൂത്ത് ഈസ് മോർ വാല്യുബിൾ ദാൻ പ്ലഷർ, വെൽത്ത് ഓർ ഫെയിം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ടെക്സ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റിന് അതായത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഒറ്റ എടുക്കട്ടെ. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് ട്രൂത്ത്. ഓക്കെ, ഇതാ. Which of these statements regarding the essay of truth by Francis Bacon is or are correct? അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ട്രൂത്ത് is the sovereign good of human nature. The second option, a mixture of light, death and pleasure. Third option, it is heaven upon earth to have a man's mind turn upon the poles of falsehood. അല്ല, mixture of falsehood is like alloy in coin of gold and silver. അപ്പോൾ ഏതൊക്കെ ആൻസർ കറക്റ്റ് വരുന്നത്? 1, 2, 4, മൂന്നാമത്തെ ആൻസർ ഇല്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ആ ഒരു ടെക്സ്റ്റ് കറക്റ്റ് വായിച്ചിരിക്കണം, എന്നാലേ അതിന് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. It concludes that despite human weakness, truth is the ultimate aim and delight of the mind. The first creature of God in the works of the days. നമുക്കറിയാം 7 ദിവസത്തെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ഇതുണ്ട് നമ്മുടെ ക്രിസ്ത്യാനിറ്റി അല്ലേ. 7ാമത്തെ ദിവസം ജീസസ് ക്രൈസ്റ്റ് റെസ്റ്റ് എടുത്തു. 6 ദിവസം കൊണ്ട് ഭൂമിയും ആകാശവും സൃഷ്ടിച്ച ശേഷം 7ാമത്തെ ദിവസം ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു ഇത് ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. So likewise was in the light of the sense that last was the light of reason and his Sabbath work ever since is the illumination of his spirit. അല്ലേ, എന്താ പറയുന്നത്? ഇൻ ജെനസിസ് ഒരു ക്രിസ്ത്യാനിറ്റി സംഭവം കേട്ടോ. ദ ഫസ്റ്റ് തിങ് ഗുഡ് ക്രിയേറ്റ് വാസ് ലൈറ്റ്. അല്ലേ, ആദ്യമായിട്ട് ദൈവം ഭൂമിയിൽ ഉണ്ടാക്കിയ സാധനം എന്താണ്? ലൈറ്റാണ്. ലെറ്റ് ദെയർ ബി ലൈറ്റ്. Bacon interprets that this is a sense of perception, the ability to see and experience the physical world. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രൂത്ത് മനസ്സിലാക്കി കാണാൻ കഴിവ് വേണ്ടേ, ലൈറ്റ് വേണ്ടേ അതിന്. അപ്പോൾ അതിന് ലൈറ്റ് അതിനുണ്ടാക്കിയത്. വിത്തൗട്ട് സെൻസ്, eyes, ears, touch, humans cannot even begin to know reality. After sense, God give humans to power of reason. അല്ലേ, അതിന് ശേഷം എന്ത് ചെയ്തു? മനുഷ്യന്മാർക്ക് ലൈറ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു? സെൻസ് കൊടുത്തു. അല്ലേ, ഐസ് വേണം, ഇയേഴ്സ് വേണം, ടച്ചൊക്കെ ചെയ്യാനുള്ള സംഭവമാണല്ലോ. സോ ആഫ്റ്റർ സെൻസ് ഗുഡ് ഗേവ് ഹ്യൂമൻസ് ദ പവർ ഓഫ് റീസൺ. അപ്പോൾ ആദ്യം കൊടുത്തെന്താണ്? ലൈറ്റ് കൊടുത്തു. വാസ് ദ ലൈറ്റ് ഓഫ് ദി സെൻസ്. അല്ലേ, ദ ലാസ്റ്റ് വാസ് ദ ലൈറ്റ് ഓഫ് റീസൺ. ഫസ്റ്റ് കൊടുത്തെന്താണ്? ലൈറ്റാണ് കൊടുത്തത്. ദ വർക്ക്സ് ഓഫ് ദി ഡേയ്സ് വാസ് ദ ലൈറ്റ് ഓഫ് ദി സെൻസ്. ദെൻ ലാസ്റ്റ് വാസ് ദ ലൈറ്റ് ഓഫ് റീസൺ. ആദ്യം കാണാനുള്ള സെൻസുകളൊക്കെ കൊടുത്തു. അല്ലേ, ഐസ് കൊടുത്തു, ഇയേഴ്സ് കൊടുത്തു, ടച്ച് കൊടുത്തു. ദെൻ അതിന് ശേഷം വാസ് ദ ലൈറ്റ് ഓഫ് റീസണാണ് കൊടുത്തത്. ലൈറ്റ് ഓഫ് റീസൺ ആഫ്റ്റർ സെൻസ് ഗോഡ് ഗീവ് ഹ്യൂമൻസ് ടു പവർ ഓഫ് റീസൺ, ദ എബിലിറ്റി ടു അനലൈസ്, കമ്പയർ, ജഡ്ജ് ആൻഡ് മേക്ക് സെൻസ് ഓഫ് എക്സ്പീരിയൻസ്. അല്ലേ, ഇത് വെച്ച് ഈ കണ്ണും കാലും വെച്ച് ഒരുപാട് നമ്മൾ കാണും കേൾക്കുകയും ചെയ്യുമല്ലോ. അത് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അത് കമ്പയർ ചെയ്യാൻ, ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ആർക്ക് കൊടുത്തു? മനുഷ്യന്മാർക്ക് കൊടുത്തു. റീസൺ ഈസ് എ ഹയർ ലൈറ്റ് ദാൻ സെൻസസ് ബിക്കോസ് ഇറ്റ് ഓർഗനൈസ് ഫ്യൂ റോ ഡാറ്റ ഫ്രം ദി സെൻസസ് ഇൻ ടു നോളജ്. After 6 days of creation, God rests on the 7th day. That's called the Sabbath. But his outgoing work since then is spiritual illumination, giving divine wisdom or inspiration to humankind. Then first he breathed light upon the face to the mat of chaos. Then he breathed light into the face of man, and still he breathed and inspired light into the face of his chosen. അല്ലേ, God first created physical light, bringing order to chaos. അല്ലേ, എക്സാമ്പിൾ എന്താണ്? ബ്രിങ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ് കൊടുത്തിട്ട് ഐസിന് ലൈറ്റ് കൊടുത്താണ് സംഭവം പറഞ്ഞത്. Then he gave human beings the light of reason. ഓടി മുകൾ പറഞ്ഞ പോയിന്റ് ആദ്യം ഫിസിക്കലായിട്ട് കൊടുത്തു, പിന്നെ എന്ത് ചെയ്തു? ലൈറ്റ് ഓഫ് റീസണും കൊടുത്തു. The ability to think and understand. Finally, he continues to give spiritual enlightenment to those he chooses. But emphasize എന്താണ് അടുത്ത പിന്നെ കൊടുത്തു? എന്താണ്? ദൈവം കുറച്ചാളെ ചൂസ് ചെയ്തിട്ടായിരുന്നു, അവർക്ക് എന്ത് കൊടുത്തു? സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റും കൊടുത്തു. We can emphasize the progression from physical, intellectual to spiritual illumination. But when the poet, that beautiful, the sect that was otherwise inferior to the rest, said it excellently well. ഇത് പറഞ്ഞ എന്താണ്? സെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോയിന്റാണ്. യുപിഗ്രൻസോ സ്കെപ്റ്റിക്സോ ഇതൊക്കെ ഏർപ്പെടുന്ന ഫിലോസഫേഴ്സ്. സ്കൂൾ ഓഫ് ഫിലോസഫി ഇൻ ഏൻഷ്യൻ ടൈംസ് ദർ വർ മെനി ഗ്രൂപ്പ്സ് ഓഫ് ഫിലോസഫേഴ്സ്. വൺ ഓഫ് ദ സെക്ട്സ് വാസ് thought to be inferior, meaning not as respected or wise as the others. ഒരു ടീമിനെ പറ്റി പറയുന്നത്. ബട്ട് എ പോയറ്റ് സപ്പോർട്ടഡ് ദാറ്റ് സെക്ട്. ഹിസ് പോയട്രി മെയ്ഡ് ദ സെക്ട് ലുക്ക് മോർ നോബിൾ ആൻഡ് അട്രാക്റ്റീവ്. ഹി ബ്യൂട്ടിഫൈഡ്. അല്ലേ, ഒരു പോയറ്റ് എന്ത് ചെയ്തു? ആ സെക്റ്റിൻ്റെ ആൾക്കാരെ, ആ സെക്റ്റും പോൾക്ക് ഓൾറെഡി അറിയാം അവരുടെ ഫിലോസഫീസ് ഒന്നും നല്ല ഫിലോസഫീസ് അല്ല, ഫുള്ള് അൺസർട്ടൺ ആയിരുന്നു. പക്ഷേ ഒരു പോയറ്റ് എന്ത് ചെയ്തു? ഫിലോസഫീസ് നല്ലതെന്ന് പറഞ്ഞു.
Even though the sect itself was weak in philosophy, the poet himself said something very wise and beautiful about truth. Bacon called his poet because sometimes even a less respected group can express something excellent. It is pleasure to stand upon the shore and to see ships tossed upon the sea, a pleasure to stand in the window of a castle and to see a battle and to adventure therefore below. ഇനി പറയുന്നത് എന്താണ്? വെൻ കോഡ്സ് എ പോയിന്റ് അല്ലേ, ഒബ്സർവിങ് ഇവൻറ്റ്സ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ് ക്യാൻ ബി എൻജോയബിൾ. നമുക്ക് എല്ലാം എൻജോയബിൾ ആണ്. ഇപ്പോൾ ടു സ്റ്റാൻഡ് അപ്പ് എ ഷോർ എന്ന് പറയുന്നത് എന്താണ്? വാച്ചിങ് ഷിപ്സ് അറ്റ് സീ ഫ്രം ദ ഷോർ, ടു സ്റ്റാൻഡ് അപ്പോൺ ദ ഷോർ ആൻഡ് ടു സീ ഷിപ്സ് ടോസ്ഡ് അപ്പോൺ ദ സീ, എ പ്ലഷർ ടു സ്റ്റാൻഡ് ഇൻ ദ വിൻഡോ ഓഫ് എ കാസിൽ അല്ലേ, ഒരു വാച്ചിങ് എ ബാറ്റിൽ ഫ്രം ദ കാസിൽ വിൻഡോ. ഒരു നമ്മൾ ബാറ്റിൽ കാണുകയാണ് എന്ത്, ഒരു കാസിൽ വിൻഡോ നിന്ന് കാണാൻ സുഖം. അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പ് ഇങ്ങനെ കടലിലൂടെ പോയിക്കൊണ്ട് അത് കാണാൻ സുഖമാണ്. ദീസ് പ്ലഷേഴ്സ് ആർ ലിമിറ്റഡ് ആൻഡ് സൂപ്പർഫിഷ്യൽ ബേസ്ഡ് ഓൺ ദ ഒബ്സർവിംഗ് ആക്ഷൻ സേഫ്ലി വിത്തൗട്ട് ഡേഞ്ചർ. But no pleasure is comparable to the standing upon the vantage ground of truth, a hill not be commanded, and where the air is always clear and sense serene, and to see the errors and wanderings and mist and tempest in the veil below. അടുത്ത് പറഞ്ഞ എന്താണ്? We can compare truth to standing on a hilltop. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൂത്ത് കമ്പയർ എന്താണ്? സ്റ്റാൻഡിങ് ഒരു ഹിൽ ടോപ്പിൽ മുകളിൽ പോയി നിന്നതിന് ശേഷം ഫ്രം ദാറ്റ് ഹൈ പ്ലേസ് ദ എയർ ഈസ് ക്ലിയർ അല്ലേ, ഭയങ്കര ക്ലിയർ ആയിരിക്കും. ആൻഡ് യു ക്യാൻ സീ എവറിത്തിങ് അറൗണ്ട്, നിങ്ങൾ ചുറ്റും എല്ലാ കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ബിലോ ഇൻ ദ വാലി പീപ്പിൾ വാണ്ടർ ഇൻ ഫോഗ്, സ്റ്റോംസ് ആൻഡ് കൺഫ്യൂഷൻ. ദ വ്യൂ ഫ്രം അബവ് ഈസ് പീസ്ഫുൾ വൈൽ ദ വാലി ബിലോ ഈസ് ഫുൾ ഓഫ് ട്രബിൾ അല്ലേ. വാലി ഗ്രൗണ്ട് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ മൈൻഡ് എൻലൈറ്റൻ ബൈ ട്രൂത്ത് ആൻഡ് വിസ്ഡം. വെൻ യു ലവ് ഇൻ ട്രൂത്ത് യുവർ തോട്ട്സ് ക്ലിയർ, ഫ്രീ ആൻഡ് സെൻസ്. ഇത് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഹിൽ ടോപ്പിൽ മുകളിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ട്രൂത്ത്ഫുൾ ആണ്, നിങ്ങൾ ഭയങ്കര ട്രൂത്ത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതൊക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും, ഭയങ്കര സെറ്റ് ആയിരിക്കും. പക്ഷേ ഹിൽ ടോപ്പിൽ താഴെ ആൾക്കാർ എന്താണ്? ദാറ്റ്സ് എ പോയിന്റ് അല്ലേ. Below in the valley, people wander in fog, storms and confusion. These are the false people. These are the falsehood people. ആണ് പറയുന്നത് നമ്മുടെ ഇവിടെ പറഞ്ഞത്. The view from above is peaceful, while the valley below is full of trouble. So you can look down at the world and see how people who lack truth are lost in errors, false beliefs and confusion. നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾ താഴെ നോക്കി എന്ത് കാണാൻ പറ്റും? ഒരുപാട് മനുഷ്യന്മാരെ കാണാൻ പറ്റും. ദേ ആർ ഹു ലാക്ക് ട്രൂത്ത്, അവർക്ക് സത്യമുള്ള മനുഷ്യന്മാരെ കാണാം. ഹു ലാക്ക് ട്രൂത്ത് ഓർ ലോസ് ഇൻ എറേഴ്സ്, false beliefs and confusions. The pleasure of this clarity is a far greater than ordinary pleasures like wealth, fame or entertainment. Truth gives peace of mind, stability and a sense of superiority over confusion. It also suggests that truth lifts us higher above ignorance, like a hill lifts you above the valley. So always that this perspective be with pity and not with swelling or pride. അടുത്ത് പറഞ്ഞ എന്താണ്? ഒറ്റ മിനിറ്റ്. Okay, so Bacon okay. അപ്പോൾ പറഞ്ഞു നമ്മളൊരു ഹിൽ ടോപ്പിൽ നമ്മൾ പോയി നിൽക്കുക, നമുക്ക് നല്ല സെറ്റായിരിക്കും, കാരണം നമ്മൾ നല്ല ട്രൂത്ത്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ക്ലിയർ ആയിരിക്കും. പക്ഷേ നേരെ താഴേക്ക് നോക്കുമ്പോൾ കുറേ ആളുകളുണ്ടാവും. ദേ ആർ ഇൻ വാട്ട് ദേ ആർ ദ പീപ്പിൾ ഹു ലാക്ക് ട്രൂത്ത് ആർ ലോസ് ഇൻ എറേഴ്സ്, ഫാൾസ് ബിലീഫ്സ് ഓൺ കൺഫ്യൂഷൻസ്, ദ മിസ്റ്റ് ഓൺ ടെമ്പസ്റ്റ് അല്ലേ. ദ പ്ലഷർ ഓഫ് ഹിസ് ക്ലാരിറ്റി ഈസ് ഫാൾ ഗ്രേറ്റർ ദാൻ ഓർഡിനറി പ്ലഷേഴ്സ് ലൈക്ക് വെൽത്ത്, ഫെയിം ഓർ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ദ പ്ലഷർ ഓഫ് ദിസ് ക്ലാരിറ്റി, നമ്മൾ ഏറ്റവും ഹിൽ ടോപ്പിൽ മുകളിൽ പോയി നിൽക്കുമ്പോൾ ആ ക്ലാരിറ്റിയുടെ ആ ഒരു പ്ലഷർ ഉണ്ടല്ലോ, ആ ഒരു പ്ലഷർ ഓഫ് ക്ലാരിറ്റി ഉണ്ടല്ലോ, അത് എന്തിനേക്കാളൊക്കെ വലുതാണ്? നമ്മളെ വെൽത്തിനേക്കാളും ഫെയിമിനേക്കാളും ഓർ എൻ്റർടൈൻമെൻറ്റ് വലുതാണ്. നമ്മൾ ഈ വെൽത്തിനും വേണ്ടിയിട്ടും ഫെയിമിന് വേണ്ടിയിട്ടും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും എന്ത് നമ്മൾ ആണ് പറയുന്നത് അല്ലേ. We are telling lies for these three things. Truth gives peace of mind, stability and a sense of superiority over confusion. It also suggests that truth lifts us higher above ignorance, just like a hill lifts you above the valley. അതുപോലെ നോക്കാം, one should observe human errors with compassion അല്ലേ. So always that this prospect would be pity and not with swelling of pride അല്ലേ. നമ്മൾ ഒരിക്കലും കമ്പാഷനോട് കൂടെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവരെ കാണുന്നത്, അല്ലാണ്ട് ഇവരെ നമ്മൾ ഒരിക്കലും നമ്മൾ നോട്ട് അറഗൻസിലോ നോട്ട് സ്വെല്ലിംഗ് ഓർ പ്രൈഡ്, നോട്ട് അറഗൻസ് ഓർ പ്രൈഡ് ആരും കാണാൻ പാടില്ല, ആളുകൾ കാണാൻ പാടില്ല. വി ഹാവ് ടു ഫീൽ, വി ഹാവ് ടു സീ ദം, വി ഹാവ് ടു ഒബ്സർവ് ഓർ വി ഹാവ് ടു നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ വിത്ത് കമ്പാഷൻ. ട്രൂ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ട്രൂത്ത് ഷുഡ് ലീഡ് ടു ഹ്യൂമിലിറ്റി നോട്ട് superiority. Certainly, it is heaven upon earth to have a man's mind move in charity, rest in providence, and turn upon the poles of truth. But it concludes the highest happiness for human is mind moves in charity. And first point, mind moves in charity, acts with love and kindness. So, മനുഷ്യനെ ഏറ്റവും വേണ്ട എന്താണ്? മൈൻഡ് മൂവ്സ് ഇൻ ചാരിറ്റി എന്നതാണ്. ഭയങ്കര നമ്മൾ ഭയങ്കര കൈൻഡ്, മറ്റുള്ളവർ ഭയങ്കര കൈൻഡ് ആയിരിക്കണം.
നെക്സ്റ്റ് വന്ന് റെസ്റ്റ് ഇൻ പ്രൊവിഡൻസ് പറഞ്ഞാൽ എന്താ, ട്രസ്റ്റ് ഗോഡ്സ് ഗൈഡൻസ് ഓർഡർ അല്ലേ. നമ്മളെപ്പോഴും നമ്മൾ പ്രൊവിഡൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഗോഡാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തിന് നമ്മൾ അർപ്പിച്ചാൽ മാത്രമേ മുന്നേറുള്ളൂ, ഒരു സംഭവം കിട്ടുള്ളൂ. മൂന്നാമത്തെ എന്താണ്, ആൻഡ് ടേൺ അപ്പോൺ ദി പോൾസ് ഓഫ് ട്രൂത്ത്. ടേൺ അപ്പോൺ പോൾസ് ഓഫ് ട്രൂത്ത്, ദിസ് ഇസ് റീസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടു നാവിഗേറ്റ് ലൈഫ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ ഫോളോ പോകുന്നത് പറഞ്ഞത് വെക്കുമ്പോൾ വളരെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സംഭവം കേട്ടോ. ചിലപ്പോൾ ഇപ്രാവശ്യം ഈ ടെക്സ്റ്റും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടോ പറയാൻ പറ്റും. ചിലപ്പോൾ ചോദിച്ചാൽ നല്ല ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കാൻ പറ്റും. ഫസ്റ്റ് വേണ്ടതാണ് കൺക്ലൂഡ്സ് ദ ഹയസ്റ്റ് ഹാപ്പിനെസ് ഫോർ ഹ്യൂമൻ ഈസ്. 3 സംഭവം പറഞ്ഞത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്, മൈൻഡ് മൂവ്സ് ഇൻ ചാരിറ്റി. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, വി ഹാവ് ടു കൈൻഡ് ടു അതേഴ്സ്. മൈൻഡ് മൂവ്സ് ഇൻ ചാരിറ്റി. നമ്മളെപ്പോഴും വാട്ട് ഇസ് ചാരിറ്റി ഓഫ് അവർ മൈൻഡ് എന്തായിരിക്കണം, വി ഹാവ് ടു കൈൻഡ് ടു, we have to love and we act with love and kindness. We have to kind always to others അല്ലേ. സെക്കൻഡ് എന്താണ്, റെസ്റ്റ് ഇൻ പ്രൊവിഡൻസ് എന്താണ്, ട്രസ്റ്റ് ഗോഡ്സ് ഗൈഡൻസ് ആൻഡ് ഓർഡർ അല്ലേ. ദൈവം എന്ത് പറയുന്നത് അതുപോലെ നമ്മൾ പാലിക്കുമ്പോൾ ബാധ്യസ്ഥരാണ്. അതിൽ നമ്മളെപ്പോഴും അത് പാലിച്ച് പോകണം, അതായത് ഒരു എത്താൻ പാടില്ല. അതാ പറഞ്ഞത് വെക്കാൻ പറഞ്ഞത്. മൂന്നാമത് എന്താ, ടേൺ അപ്പോൺ ദ പോൾസ് ഓഫ് ട്രൂത്ത്. നമ്മളെപ്പോഴും ട്രൂത്ത്ഫുൾ ആയിരിക്കണം അല്ലേ. യൂസ് റീസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടു നാവിഗേറ്റ് ലൈഫ്. To pass from theological and philosophical truth to the truth of civil business, it will be acknowledged even by those that practice it not clear and round dealing is the hound of man's nature. Bacon moves from religious and philosophical truth to truth in everyday life and business. നമുക്ക് തിയോളജി വിടാം, ഫിലോസഫിയും വിടാം, ആൻഡ് ദ ട്രൂത്ത് ഓഫ് സിവിൽ ബിസിനസ്. സിവിൽ ബിസിനസ്സിൽ പോകാം. അതാണ് സിവിൽ ബിസിനസ്, ഡേ ടു ഡേ ലൈഫ് ബിസിനസ് സിവിൽ ബിസിനസ് പറയുന്നത്. It will be acknowledged even by those that practice is not clear and round dealing is the honor of man's nature. He says that even people who don't act honestly admit that honesty and fairness are natural picture of human beings. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ വരെ പറയുന്നത് അതായത് ഹോണസ്റ്റിയും ഫെയർനെസ്സും എന്താണ് മനുഷ്യന്മാരുടെ നല്ല നാച്ചുറൽ പിക്ചർ പറയും. ക്ലിയർ ആൻഡ് റൗണ്ട് ഡീലിംഗ്, സ്ട്രേറ്റ് ഫോർവേഡ് ഹോണസ്റ്റി ആൻഡ് കംപ്ലീറ്റ് ഹോണസ്റ്റി ഇൻ ട്രാൻസാക്ഷൻസ്. Then, and the mixture of falsehood is like alloying coin of gold and silver, which may make the metal work or the better, but it's empast. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ച ഒരു ഏരിയ കേട്ടോ. മറ്റേ പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞുകൂടെ, ക്വസ്റ്റ്യനിൽ 4ാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു. എന്താ പറയുന്നത്, ആൻഡ് ദറ്റ് മിക്സ്ചർ ഓഫ് ഫാൾസ്ഹുഡ് ഇസ് ലൈക്ക് അലോയിങ് കോയിൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ അല്ലേ. മിക്സിംഗ് ലൈസ് വിത്ത് ട്രൂത്ത് മേ ഹെൽപ്പ് ഇൻ സം പ്രാക്ടിക്കൽ മാറ്റേഴ്സ്. പറയുന്നത് ലൈക്ക് വിത്ത് ബിസിനസ്, ഡിപ്ലോമസി ഓർ ഡെയിലി ഡീലിങ്സ്, ജസ്റ്റ് ആസ് അലോയ് ഹെൽപ്സ് ഇൻ വർക്കിംഗ് വിത്ത് മെറ്റൽ അല്ലേ. ഒരു മെറ്റലിനെ നല്ല രീതിയിൽ ആക്കണമെങ്കിൽ, അതായത് നല്ല ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അലോയ് ചേർത്ത് എന്ത് ചെയ്യും, വേറെ കുറച്ച് മെറ്റൽ കൂടി ചേർത്ത് എന്ത് ചെയ്യും, നല്ല അതിന് വേണ്ടി മാറ്റിയെടുക്കാൻ പറ്റും. ബട്ട് ഇൻ ദ ലോങ് റൺ ഇറ്റ് റെഡ്യൂസ്ഡ് റിയൽ വർത്ത്, ജസ്റ്റ് ആസ് അലോയ് റെഡ്യൂസ് ദ വാല്യൂ ഓഫ് ഗോൾഡ് ഓർ സിൽവർ. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും വാല്യൂ എന്താണ്, അതിലൊന്നും അലോയ് ഒന്നും ചേർക്കാണ്ട് അതുപോലെ നിൽക്കുമ്പോഴല്ലേ. അല്ല അപ്പോൾ കുറച്ച് ചെമ്പ് ചേർത്തതിൻ്റെ ഗോൾഡിൻ്റെ വാല്യൂ കുറഞ്ഞില്ലേ. അതുപോലെയാണ് ട്രൂത്ത്. ട്രൂത്ത് ഇസ് ലൈക്ക് എ വാട്ട്, ഗോൾഡ് സിൽവറിനെ പോലെയാണ് അല്ലേ. ട്രൂത്ത് പ്യുവർ ഗോൾഡ് ഓർ സിൽവറിനെ പോലെയാണ്, പ്രഷ്യസ് വാല്യബിൾ നോബിൾ ആയിരിക്കണം. ലൈസ് എപ്പോഴും എന്താണ്, ഇറ്റ്സ് ലൈക്ക് എൻ അലോയ് ആണ് അല്ലേ. ലൈസ് അലോയ്, ചീപ്പ്, ബേസ് ഓർ കറപ്റ്റിംഗ് ആണ് എന്ത് അലോയ് എന്ന് പറയുന്ന സാധനം. സോ എ പേഴ്സൺ ഹു മിക്സസ് ട്രൂത്ത് വിത്ത് ലൈസ്, ഇവിടെ ട്രൂത്ത് എന്താണ്, ഗോൾഡാണ്, ലൈസ് എന്താണ്, അലോയ് ആണ് കേട്ടോ. ഓർത്താണ്, മേക്ക് സക്സീഡ് ടെമ്പറലി. ആ സമയത്ത് അപ്പോൾ നമ്മൾ ഗോൾഡ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ചെമ്പ് ചേർത്താലും പ്രശ്നമൊന്നുമില്ല, സംഭവം സെറ്റ്, നല്ല അടിപൊളി സാധനം ഉണ്ടാവും, നല്ല വൃത്തി കാണാൻ, നല്ല നല്ല ഫ്ലെക്സിബിലിറ്റി, നല്ല ഷേപ്പൊക്കെ ഉണ്ടാവും കുറച്ച് ചെമ്പ് ചേർത്ത് കഴിഞ്ഞാൽ. പക്ഷേ എന്തേ പറ്റില്ല, ബട്ട് ഈസ് ഓണർ ട്രസ്റ്റ് ആൻഡ് ക്യാരക്ടർ ആർ കറപ്റ്റഡ്. പക്ഷേ ആ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആലോചിക്കുന്ന സമയത്ത്. അതാണ് ഇവിടെ പറയുന്നത് നമ്മുടെ വിവേകം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. For these windings and crook courses are the goings of the serpent which go based upon the belly and not upon the feet. Very very important ആണ്. ഈ സെർപ്പൻറ്റിൻ്റെ റെഫറൻസ് എപ്പോഴും കാണുന്ന നമ്മുടെ ഈ ടെക്സ്റ്റുകളൊക്കെ എന്താണ്, ഡിസോണസ്റ്റ് ഓർ ഡിസൈറ്റ്ഫുൾ ബിഹേവിയർ ഇസ് കമ്പയർ സെർപ്പൻറ്റ്. സെർപ്പൻറ്റ് എപ്പോഴും എങ്ങനെ പോവുക, ഇതാണ് പാമ്പ്, ഇങ്ങനെ സെർപ്പൻറ്റ് എപ്പോഴും പോവുക, അല്ലാണ്ട് നേരെ ഒരിക്കലും സെർപ്പൻറ്റ് പോകാറില്ല. കാരണം എന്താണ്, ദ സെർപ്പൻറ്റ് മൂവ്സ് ലോ, സ്നീക്ക് ആൻഡ് ബേസ്ലി, ഇറ്റ് ഡസ് നോട്ട് സ്റ്റാൻഡ് അപ്പ് റൈറ്റ് ലൈക്ക് എ നോബിൾ ക്രിയേച്ചർ അല്ലേ. അതൊരിക്കലും നേരെ വഴിക്ക് പോകാറില്ല, അതൊന്നും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങനെ പോകാറുള്ളൂ. ഡിസോണസ്റ്റി ഈസ് ലോ, ഷെയിംഫുൾ ആൻഡ് ബിനീത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. അപ്പോൾ ലൈസൻസ് എന്തുപോലെ കമ്പയർ ഉണ്ട്, goings of the serpent life which goes based upon the belly and not upon the feet. അതിൻ്റെ വയറ് ഉപയോഗിച്ച് നടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫീറ്റ് ഉപയോഗിച്ചിട്ടല്ല. അതെന്താ പറയുന്നത്, നമ്മുടെ ഇവിടെ ബേക്കൻ പറയണം കേട്ടോ. അതെന്ത് ചെയ്യണം, നമ്മളെപ്പോഴും നടക്കേണ്ടത് നേരെ നടക്കണം, അല്ല നമ്മൾ വളഞ്ഞു പൊളിഞ്ഞ് നടക്കാൻ പാടില്ലാണ് പറയുന്നത് ബേക്കൻ പറയുന്നത്. There is no wise that doth so cover a man with shame as to be found false and perfidious. Of all sins, being caught lying or breaking trust brings the most shame and dishonor അല്ലേ. ബാക്കി എല്ലാ സിന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വി ഹാവ് സോ മെനി സിൻസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റി അല്ലേ. ബീങ് കോഡ് ബൈ ലൈങ് ഓർ ബ്രേക്കിംഗ് ട്രസ്റ്റ് അല്ലേ. ഒരു മനുഷ്യനോടുള്ള ഒരു എന്താണ്
ഒരു എന്താ പറയുക, ഒരു ബ്രേക്കിംഗ് ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടാൻ ഒരു നുണ പറഞ്ഞ് പിടിക്കുകയും ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും ഷെയ്ഫുൾ ആൻഡ് ഡിസോൺ എന്ന് പറയുന്നത്. And therefore Montaigne said prettily when he inquired the reason why the word of the lie should be such a disgrace and such an odious charge. Montaigne പകരം ഫാദർ പെസ്സേ കേട്ടോ. A famous French essayist, Michel de Montaigne, whom Bacon often admired, once asked, why is that calling someone a liar? The word of the lie is such a big insult. അല്ലേ, ഒരു മനുഷ്യൻ എന്താണ് നമ്മൾ ലയർ വിളിക്കും? വൈ വി കോൾ എ പേഴ്സൺ ആസ് എ ലയർ? ബിക്കോസ് ലൈ എന്ന് പറഞ്ഞാൽ വേർഡ് ഭയങ്കര ഇൻസൾട്ടിംഗ് ആണ്. In ordinary life, people may cheat, steal or even fight, but still the worst disgrace is to be called a liar. അല്ലേ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ജീവിതത്തിൽ ചീറ്റ് ചെയ്യും, സ്റ്റീൽ ചെയ്യും, ഒരാൾ സാധനം മോഷ്ടിക്കും, ഫൈറ്റ് ചെയ്യും, ബട്ട് സ്റ്റിൽ ആ ലയർ, ഒരു കള്ളൻ അല്ലെങ്കിൽ കള്ളി എന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കോഡ് ദിസ് ബിക്കോസ് ഇറ്റ് ഷോസ് ഹൗ മച്ച് ഹ്യൂമൻ ബീങ്സ് നാച്ചുറലി ഹേറ്റ് ഫാൾസ്ഹുഡ് ആൻഡ് വാല്യൂ ട്രൂത്ത്. അതെന്തുകൊണ്ടാണ് ഒരു ഒരു കളവ് പറയാലും ഒരു നുണ പറയുന്നത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണേ? ഹെയ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ ദാറ്റ്സ് വൈ അവർ ലയർ എന്ന് വിളിക്കുന്നത് അത്രയും ഒരു പ്രശ്നം സംഭവമായിട്ട് പറയാൻ കാരണം. ടു Montaigne and Bacon, lying is not just a small fault, it's deeply shameful and dishonorable. This proves Bacon's point: truth is noble and lies are disgraceful. Saith he, if it will be weighed to say that a man lie is as much to stay as that he is brave toward God and coward towards men. Very very important ആണ്. So when someone lies, God who knows everything can see this lie. അല്ലേ, to lie in front of God is like being bold or shameless before the highest judge. അല്ലേ, അപ്പോൾ നമ്മൾ ഒരു നുണ പറയുന്ന സമയത്ത് നമുക്കറിയാം മുകളിൽ ദൈവം കാണുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ആ നുണ പറയുമ്പോൾ എന്ത് ചെയ്യുന്നത്? വി ആർ ബോൾഡ് ഓർ ഷെയിംലെസ് ബിഫോർ ദ ഹയസ്റ്റ് ജഡ്ജ്. അല്ലേ, ഹയസ്റ്റ് ജഡ്ജ് ആരാണ്? ഗോഡാണ്. അപ്പോൾ ഹയസ്റ്റ് ജഡ്ജിന് മുന്നിൽ നമുക്ക് ഒരു ഉളുപ്പില്ലാണ്ട് ബോൾഡ് ബ്രേവായിട്ട് നിന്ന് നമ്മൾ നുണ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തെ എന്നില്ല ഒരിക്കലും നമ്മൾ അനുസരിക്കുന്നില്ലാണ്. ദാറ്റ്സ് വൈ Montaigne calls it being brave towards God. ഇനി അടുത്ത എന്താണ്? The liar tells lies because he fears what people will think. മറ്റുള്ളവർ വിചാരിക്കുന്ന ചില ക്രൗഡ് പറയാറുണ്ട് അല്ലേ, say or do if he tells the truth. This shows cowardice towards men. എന്താണ്? ഇപ്പോൾ നമ്മളൊരു സത്യം പറഞ്ഞ പോലെ എന്താ വിചാരിക്കുക? ഒരു നുണ പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഓരോ എന്തെങ്കിലും വിചാരിക്കുക, നമ്മളെ പറ്റി ഒരു മോശം അഭിപ്രായം മനസ്സിലുണ്ടാവും വിചാരിച്ചാൽ മതിയും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിന് മീനിങ് എന്താണ്? ഇറ്റ് ഈസ് cowardice towards men. അപ്പോൾ ടുവാർഡ്സ് ഗോഡ് എന്താണ്? ബ്രേവ് ടുവാർഡ്സ് ഗോഡ് ആണ്, cowardice towards men കേട്ടോ. coward towards men അല്ലെങ്കിൽ he doesn't have the courage to face their reaction. So lying up is upside down courage, fearless before God, wrong place, but fearful before humans. അത്രേ ഉള്ളൂ. For a lie faces God and shrinks from men. Even every lie is told in the sight of God, who is the source of all truth. So when a man lies, he shows no fear or respect for God, almost like challenging him. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തുള്ളൂ, വേറെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. Surely the wickedness of falsehood and breach of faith cannot possibly be so highly expressed. Bacon says the evil of lying and breaking trust is so great that no words can fully describe it. But it is expressed in one ultimate way by God's final judgment. In other words, when lies spread everywhere, they will bring divine punishment on the whole world. അല്ലേ, ഈ എല്ലാ സ്ഥലത്തും ഈ വിക്നെസ്സും ഫാൾസ്ഹുഡും ആൻഡ് ബ്രീച്ച് ഓഫ് ഫെയ്ത്തും ഒക്കെ നടന്നാൽ cannot possibly be so highly expressed. അല്ലേ, എന്തൊരും ഒരുപാട് എല്ലാ സമയത്തും പറഞ്ഞു കഴിഞ്ഞാൽ we can what divine punishment on whole world എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ പറ്റും. This shows lying is not just a small personal fault, it is a sin that shakes society and invites God wrath. അല്ലേ, then as in that it shall be the last appeal to call the judgment of God good upon the generation of men. Last appeal, like the final ring of a bell announcing disaster. അല്ലേ, നമ്മളിങ്ങനെ നുണ പറഞ്ഞിങ്ങനെ നമ്മൾ ലോകം മൊത്തം നുണയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? we can expect a last appeal or last final bell പ്രതീക്ഷിക്കാൻ പറ്റും. When widespread falsehood will be the final signal of God's judgment on humanity. This comes lying with the end of the word showing its ultimate seriousness. Last word ആണ്, last exam sentence ആണ്. It being foretold that when Christ comes he shall not find faith upon the earth. അല്ലേ, ഇനി അവസാനം അത് വരും നമ്മുടെ ക്രിസ്റ്റ് നമ്മുടെ നാട്ടിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നൊരു ഇതൊക്കെ ഉണ്ട്. Here Bacon refers to biblical prophecy, Luke 18:8, not Matthew. In the last days before Christ's return, truth and faith will disappear from society. അതെല്ലാം മാത്രം പറഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലേ. അന്ത്യനാളാകുന്ന സമയത്ത് എന്ത് ചെയ്യും? സത്യവും ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഡിസപ്പിയർ ആയി പോയിട്ടുണ്ടാവും. People will be
so full of lies, deception, and distrust that true faith will hardly be found. Bacon uses this as strongest proof of the danger of falsehood. It leads to the downfall of humanity itself. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന എസ്സേയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഞാൻ കൂടെ എപ്പോഴും പറയുന്നതാണ്, സമ്മറി വായിച്ചൊരിക്കലും പോകാൻ നിൽക്കരുത്, ടെക്സ്റ്റ് വായിക്കണം, അതായത് അതിൻ്റെ ഒറിജിനൽ ലൈൻസ് വായിക്കണം. എന്നാൽ മാത്രം എന്തായിട്ടുള്ളൂ നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കിടന്നുകൾ ബുദ്ധിമുട്ടും. അപ്പോൾ ആദ്യം പറയാം, അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് പോയാൽ മാത്രമേ എന്തേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ നാളെ മാത്സ് ഫ്ലക്കിനോ ആയിട്ട് കാണാം. ശരി.